Hello guys, welcome back to our YouTube channel Catch Faster. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് accusative case, accusative sentence structure, accusative verbs and accusative personal pronoun. അതുകൂടാതെ കുറച്ച് ജർമ്മൻ നോമൻസും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിക്കുന്നുണ്ട്. Accusative case. What is accusative case? എന്താണ് accusative case? നമ്മൾ പറഞ്ഞു നോമിനാറ്റീവ് കേസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിലെ ആക്ടിവിറ്റി ചെയ്യുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ നോമിനാറ്റീവ് കേസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഫലം ഡയറക്റ്റ് ആയിട്ട് എന്തിനാണോ കിട്ടുന്നത് അതാണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലേ. ആ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ഇവിടെ അക്യുസാറ്റീവ് കേസ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. ഐ സീ ദ മാൻ. ഞാൻ ആ മനുഷ്യനെ കാണുന്നു. കാണുന്നു എന്നതാണ് അവിടുത്തെ വെർബ്, അതായത് ആക്ടിവിറ്റി. ആരാണ് കാണുന്നത്? ഐ, ഞാനാണ് കാണുന്നത്. ഞാൻ ആണ് അവിടുത്തെ എന്ത്? സബ്ജക്റ്റ് അല്ലെങ്കിൽ നോമിനാറ്റീവ് കേസ്. ഇനി ആരെയാണ് കാണുന്നത്? എന്തിനാണ് ആ ഫലം ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ആരെയാണ് കാണുന്നത്? ദ മാൻ. ആ മാൻ ആണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അക്യുസാറ്റീവ് കേസ്. അപ്പൊ അക്യുസാറ്റീവ് കേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ് ആണ് ഹൂം, ആരെ. വേൻ എന്നാണ് നമ്മൾ ജർമ്മനിൽ പറയുന്നത്. വേൻ. വേൻ സെഹെ ഇഷ്. ആരെയാണ് ഞാൻ കാണുന്നത്? ദെൻ മാൻ. ദെൻ മാൻ ഈസ് ദ അക്യുസാറ്റീവ് കേസ്. ഓക്കെ ഓക്കെ നമ്മൾ അക്യുസാറ്റീവ് കേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ ആണ്. എങ്ങനെയാണ് അക്യുസാറ്റീവ് കേസിൽ സെന്റൻസ് മേക്ക് ചെയ്യുന്നതെന്നാണ് ഇവത്തിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോമിനാറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ പഠിച്ചായിരുന്നു. സബ്ജക്റ്റ്, വെർബ്, എർഗൻസും. എന്തായാലും സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? വെർബിനെയാണ് എഴുതുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അക്യുസാറ്റീവ് സെന്റൻസ് സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, അക്യുസാറ്റീവ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, അങ്ങനെയായിരിക്കും അക്യുസാറ്റീവ് സെന്റൻസ് സ്ട്രക്ചർ എഴുതുന്നത്. സബ്ജക്റ്റ്, വെർബ്, അക്യുസാറ്റീവ് സെന്റൻസ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സി ലീബൻ ദസ് ബുക്ക്. യു ലവ് ദ ബുക്ക്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ ആരാണ് ബുക്ക്? അവിടെ ലവ് ചെയ്യുക എന്നതാണ് അവിടുത്തെ വെർബ് അല്ലെങ്കിൽ ആക്ടിവിറ്റി. ആരാണ് ലവ് ചെയ്യുന്നത്? യു. യു ആണ് ലവ് ചെയ്യുന്നത്. സി. ആൻഡ് എന്തിനെയാണ് ലവ് ചെയ്യുന്നത്? ദസ് ബുക്ക്. സോ ദസ് ബുക്ക് ആണ് അവിടുത്തെ അക്യുസാറ്റീവ് കേസ്. സി എന്നുള്ളത് അവിടുത്തെ നോമിനാറ്റീവ് കേസ്. ലീബൻ എന്നുള്ളത് അവിടുത്തെ വെർബ്. ആൻഡ് ദി ദസ് ബുക്ക് എന്നുള്ളത് അവിടുത്തെ അക്യുസാറ്റീവ് കേസ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. വിയർ കൗഫൻ ഐൻ ഹൗസ്. വി ബൈ എ ഹൗസ്. ഓക്കെ, ആരാണ് ഹൗസ് ബൈ ചെയ്തത്? വിയർ. വി. സോ വിയർ ഈസ് ദ സബ്ജക്റ്റ്. ആൻഡ് എന്താണ് അവിടുത്തെ ആക്ടിവിറ്റി? കൗഫൻ, ബൈ ചെയ്യുക. സോ ഇറ്റ്സ് ദ വെർബ്. ആൻഡ് വാട്ട് വി ബൈ, എന്താണ് നമ്മൾ ബൈ ചെയ്തത്? ഐൻ ഹൗസ്, എ ഹൗസ്. അപ്പോ ഹൗസ് ആണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അക്യുസാറ്റീവ് കേസ്. ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്റ്റ് വന്നു, സെക്കൻഡ് പൊസിഷനിൽ വെർബ് വന്നു, ആൻഡ് തേർഡ് പൊസിഷനിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വന്നു. എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് അക്യുസാറ്റീവ് വേർബ്സ് ആണ്. അക്യുസാറ്റീവ് വേർബ്സ് നമ്മളൊരു സെന്റൻസിൽ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതൊരു അക്യുസാറ്റീവ് സെന്റൻസ് ആണെന്ന്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് അക്യുസാറ്റീവ് വേർബ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹാബൻ. ഹാബൻ, ടു ഹാവ്. നെമൻ. നെമൻ, ടു ടേക്ക്. ലീബൻ, ടു ലവ്. schreiben, to write. brauchen, to need. vergessen, to forget. suchen, to search. machen, to do. verstehen, to understand. trinken, to drink. kaufen, to buy. besichtigen, to visit. besuchen, to visit. anrufen, to make a call.
stellen to put, finden to find, essen to eat, verkaufen to sell, waschen to wash, lesen to read. ഇതൊക്കെയാണ് കുറച്ച് അക്യുസാറ്റീവ് വേർബ്സ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ ആണ്. എന്തായിരുന്നു നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ? ഓക്കെ, പോട്ടെ. പേഴ്സണൽ പ്രൊനൗമൻ എന്തായിരുന്നു? അതായത് ഒരു കാര്യം നമ്മൾ പിന്നെയും ഒരു സെന്റൻസിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പേഴ്സണൽ പ്രൊനൗമൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മരിയ ഈസ് എ ഗേൾ, ഷീ ഈസ് ഡാൻസിങ്. ഓക്കെ, ഫസ്റ്റ് സെന്റൻസിലെ മരിയേനെ തന്നെയാണ് സെക്കൻഡ് സെന്റൻസിൽ ഷീ എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പൊ അങ്ങനെ മരിയ മരിയ മരിയ, ഇപ്പൊ മരിയ ഈസ് എ ഗേൾ, മരിയ ഈസ് ഡാൻസിങ്. പിന്നെയും നമ്മൾ മരിയ എന്ന് പറയുന്ന ആ വേർഡിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്ത വേർഡ്സിനെയാണ് പേഴ്സണൽ പ്രൊനൗമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ നോമിനാറ്റീവ് കേസിന്റെ പറഞ്ഞത് എന്താ? സബ്ജക്റ്റ്. ഇപ്പൊ മരിയ ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്, ഷീയും സെക്കൻഡ് സെന്റൻസിൽ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഇങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കിനും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ പ്രൊനൗമൻസ് ആയിരുന്നു നോമിനാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ. അപ്പൊ എന്തായിരിക്കും അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ? ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതിനെ, അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നതിനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെയിം വേർഡ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് പേഴ്സണൽ പ്രൊനൗമൻ എന്ന് പറയുന്നത് ഇൻ അക്യുസാറ്റീവ് കേസ്. അപ്പൊ ഏതൊക്കെയാണ് പേഴ്സണൽ പ്രൊനൗമൻ ഇൻ അക്യുസാറ്റീവ് കേസ് എന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, മിഷ്, മീ, ദിഷ്, യു, ഈൻ, ഹിം, സീ, ഹർ, എസ്, ഇറ്റ്, uns, us, euch, you, sie, you, and see, see. Okay, ഒരു എക്സാമ്പിൾ നോക്കാം. I love me. ഇവിടെ സബ്ജക്റ്റ് ഏതാ? I എന്നുള്ളതാണ് സബ്ജക്റ്റ്, ലവ് എന്നുള്ളതാണ് വെർബ്, ആൻഡ് me എന്നുള്ളതാണ് അവിടുത്തെ ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഒബ്ജക്റ്റ് me ആണ് വന്നിരിക്കുന്നത്. അപ്പൊ me എന്താണ്? പേഴ്സണൽ പ്രൊനൗമൻ ആണ് അല്ലേ? അപ്പോ ഈഷ്, ലീബെ, മിഷ്. മിഷ് ആണ് മീയുടെ അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ. ഇനി നെക്സ്റ്റ് വൺ നോക്കിയാലോ. ഐ ലവ് യു, ഈഷ്, ലീബെ, ഡിഷ്. അവിടെ ഡിഷ് ആണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്, ഡിഷ് ആണ് അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ. ഓക്കെ, ഈഷ്, ഐ ലവ് ദി ബുക്ക്, ich liebe das Buch. ഓക്കെ, ഇവിടെ I love it എന്നാണെങ്കിലോ ich liebe yes എന്നായിരിക്കും വരുന്നത്. ഓക്കെ, I know you, ich kenne dich. ഇങ്ങനെയാണ് നമ്മൾ അക്യുസാറ്റീവ് പേഴ്സണൽ പ്രൊനൗമൻ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്. These are some German nomen with the article and the plural. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ, ലേറർ. ലേറർ മീൻസ് ടീച്ചർ. ടീച്ചറിന്റെ ആർട്ടിക്കിള് ദർ ആണ് വരുന്നത്. ആൻഡ് അതിന്റെ പ്ലൂറാൽ വരുമ്പോഴോ ദി ലേറർ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ, ദർ ഗാർട്ടൻ. ഗാർട്ടൻ മീൻസ് ഗാർഡൻ. അതിന്റെ പ്ലൂറാൽ വരുന്നത് ദി ഗാർട്ടൻ ആണ്. അപ്പോ ഗാർട്ടന്റെ ആർട്ടിക്കിൾ ഏതാണ്? ദർ. നെക്സ്റ്റ് വൺ, ദർ ഫിലിം. ഫിലിം മീൻസ് ഫിലിം തന്നെ. അതിന്റെ ആർട്ടിക്കിൾ ദർ ആണ് വരുന്നത്. പ്ലൂറാലിലോട്ട് പോകുമ്പോഴോ ദി ഫിലിമേ. നെക്സ്റ്റ് വൺ, ദി സ്റ്റഡ്. സ്റ്റഡ് മീൻസ് സിറ്റി. ദി സ്റ്റഡ് ആണ്. ആർട്ടിക്കിൾ ദി ആണ്. അതിന്റെ പ്ലൂറാല് വരുമ്പോൾ ദി സ്റ്റഡ്. നെക്സ്റ്റ് വൺ, ദസ് ബിൽഡ്. ബിൽഡ് മീൻസ് പിക്ചർ. ദസ് ബിൽഡ്. ദസ് ആണ് അവിടുത്തെ ആർട്ടിക്കിൾ. അതിന്റെ പ്ലൂറാല് വരുമ്പോൾ ദി ബിൽഡർ. നെക്സ്റ്റ് വൺ, ദസ് ആംഡ്. ആംഡ് മീൻസ് ഒഫീഷ്യൽ. ഓക്കെ, ഒഫീഷ്യലിന്റെ പ്ലൂറാല് വരുന്നത് ദി എംറ്റർ. ആംറ്റിന്റെ ആർട്ടിക്കിള് ദസ് ആണ്.
ദി അക്കാഡമി. അക്കാഡമി മീൻസ് അക്കാഡമി തന്നെ. അതിന്റെ ആർട്ടിക്കിൾ ദി ആണ്. അതിന്റെ പ്ലൂറൽ വരുമ്പോ ദി അക്കാഡമിയൻ. ദർ സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് അറിയാലോ, സ്റ്റുഡന്റ് തന്നെ. ആർട്ടിക്കിൾ എന്താണ്? ദർ. ഇനി അതിന്റെ പ്ലൂറലിലോട്ട് വരുമ്പോഴോ ദി സ്റ്റുഡന്റൻ. ദസ് ഔട്ടോ. ഔട്ടോയുടെ ആർട്ടിക്കിൾ ദസ് ആണ്. ഔട്ടോ മീൻസ് കാർ. ഇനി അതിന്റെ പ്ലൂറൽ വരുമ്പോ ദി ഔട്ടോസ്. നെക്സ്റ്റ് വൺ ദസ് എർഗേബനീസ്. എർഗേബനീസ് മീൻസ് റിസൾട്ട്. ദസ് എർഗേബനീസ്. ദസ് ആണ് എർഗേബനീസിന്റെ ആർട്ടിക്കിൾ. ഇനി അതിന്റെ പ്ലൂറൽ വരുന്നതോ ദി എർഗേബനിസേ. നെക്സ്റ്റ് വൺ ദി ഫ്രോയിൻഡിൻ. ഫ്രോയിൻഡിൻ മീൻസ് ഫെമിനിൻ, ഗേൾ ഫ്രണ്ട് ആണ്. ഓക്കെ, ദി ആണ് അതിന്റെ ആർട്ടിക്കിൾ. ഇനി പ്ലൂറലിലോട്ട് വരുമ്പോഴോ ദി ഫ്രോയിൻഡിനൻ എന്നാണ് അതിന്റെ ആർട്ടിക്കിൾ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.